ഞാൻ പലപ്പോഴും സോഷ്യൽ മീഡിയകളിൽ പോസ്റ്റ് ഇടാറുണ്ട് ഇത്തരത്തിലുള്ള നോമ്പുകളെക്കുറിച്ച്, അയ്യാമുൽ ബീദിനെക്കുറിച്ചും അതുപോലെ വ്യാഴാഴ്ച തിങ്കളാഴ്ചയൊക്കെ വരുന്ന നോമ്പുകളെക്കുറിച്ച്. പക്ഷെ നമ്മുടെ സമുദായത്തിലെ ഭൂരിപക്ഷം വരുന്ന ആളുകൾക്കും ഈ നോമ്പുകളെക്കുറിച്ച് അറിയില്ല. 13 എല്ലാ അറബി മാസവും 13, 14, 15 സുന്നത്ത് നോമ്പാണ്, അഫ്ദലാക്കപ്പെട്ട നോമ്പാണത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രയിൽ പോലും എടുത്ത നോമ്പുകളാണത്. ആ നോമ്പുകൾ നമ്മുടെ ഉമ്മത്തിന് അറിയില്ല. പക്ഷേ ഈ ഷാബാൻ പകുതിയായി കഴിഞ്ഞാൽ ബറാഅത്തിൻ്റെ നോമ്പ് നമ്മുടെ നാട്ടുകാർക്കറിയാം, നമ്മുടെ ഉമ്മത്തിനറിയാം. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം ഞാൻ നിങ്ങളോട് ഉറപ്പിച്ച് പറയാം. ബറാഅത്തിൻ്റെ നോമ്പെന്ന് പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തിട്ടില്ല, റസൂലുള്ളാഹിൻ്റെ സഹാബത്തും എടുത്തിട്ടില്ല. അങ്ങനെ ഒരു നോമ്പില്ല. പക്ഷേ അതേ ദിവസം വേറെ നോമ്പുണ്ട്. എന്താണ്? അയ്യാമുൽ ബീദിൻ്റെ നോമ്പുണ്ട്. ഇവിടെ എങ്ങനെയാണ് എന്താണ് നമ്മുടെ പ്രമാണം? ഒന്ന് പരിശുദ്ധ ഖുർആനാണ്, 2 സഹീഹായ ഹദീസുകളാണ്. ഇത് രണ്ടാണ് നമ്മുടെ പ്രമാണങ്ങൾ. ഈ പരിശുദ്ധ ഖുർആനിൽ ഒന്നും ഒഴിവാക്കാനില്ല. ആ ഖുർആൻ പറയുന്നതെല്ലാം അച്ചട്ടാണ്, ഇതിനപ്പുറത്തും ഇപ്പുറത്തുമില്ല. പക്ഷേ ഹദീസുകളുടെ വിഷയം എത്തുമ്പോൾ ഹദീസിൽ പല കാറ്റഗറികളുമുണ്ട്. സഹീഹായ ഹദീസുകളുണ്ട്, അഹ്സനായ ഹദീസുകളുണ്ട്, ദഈഫായ ഹദീസുകളുണ്ട്, മൗദൂആയ ഹദീസുകളുണ്ട്. എങ്ങനെയാണ് ഹദീസുകൾ ഇങ്ങനെ വേർതിരിക്കപ്പെടുന്നത്? ശരിക്കും നമ്മൾ മനസ്സിലാക്കുന്നത്, ഒരു കാലഘട്ടത്തിൽ ബത്തക്ക കച്ചവടക്കാരൻ ഓൻ്റെ ബത്തക്ക വിറ്റ് തീർക്കാനുള്ള ഹദീസുകൾ ഉണ്ടാക്കിയിരുന്നു. ഈത്തപ്പഴ കച്ചവടക്കാരൻ ഓൻ്റെ ഈത്തപ്പഴം വിറ്റ് തീർക്കാനുള്ള ഹദീസുകൾ ഉണ്ടാക്കിയിരുന്നു. അങ്ങനെ ഓരോരുത്തർക്ക് തോന്നുന്നത് പോലെയുള്ള ഹദീസുകൾ ഇങ്ങനെ അടിച്ചുവിടാൻ ഇരുന്ന ഇരിപ്പിൽ 10, 15 ഹദീസൊക്കെ ഉണ്ടാക്കിയ ആളുകളുണ്ട്. ആ ഹദീസുകൾ, കള്ള ഹദീസുകൾ വേർതിരിക്കാൻ വേണ്ടിയാണ് മഹാനായ ഇമാം ബുഖാരി റഹിമഹുല്ലാഹ്, മുസ്ലിം റഹിമഹുല്ലാഹ്, അതുപോലെ വലിയ വലിയ പണ്ഡിതന്മാർ ഇറങ്ങിത്തിരിച്ചത്. അതിനെ ഫിൽട്ടർ ചെയ്യാൻ, സഹീഹായ ഹദീസുകൾ മാത്രം ഈ ഉമ്മത്തിന് കൊടുക്കാൻ. നിങ്ങൾക്കറിയോ, ഒരു ഹദീസ് അതിൻ്റെ സ്വഹത്ത് മനസ്സിലാക്കാൻ മാസങ്ങളോളം യാത്ര ചെയ്തിട്ടുണ്ട് ഇമാം ബുഖാരി, മാസങ്ങളോളം. ഇമാം ബുഖാരി ഒരു റഷ്യക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുള്ള ത്യാഗം ചെറുതൊന്നല്ല പ്രിയപ്പെട്ടവരെ, ചെറിയ ത്യാഗമൊന്നുമല്ല. ഒരുപാട് കാൽനടയായിട്ടും കഴുതപ്പുറത്തും കുതിരപ്പുറത്തും യാത്ര ചെയ്ത് ഭക്ഷണമില്ലാതെ, വെള്ളമില്ലാതെ, അന്നമില്ലാതെ മുഷിഞ്ഞ് അദ്ദേഹം പ്രയാസപ്പെട്ടിട്ടുണ്ട് ഒരു ഹദീസിന് വേണ്ടി. എങ്ങനെയാണ് ഒരു ഹദീസ് സഹീഹാണോ ദഈഫാണോ വേർതിരിക്കുക? ആ ഹദീസ് ഇന്നാള് പറഞ്ഞു എന്ന് റസൂൽ വരെ മുട്ടൂലേ, അതിനാണ് സനദ് എന്ന് പറയുക. അസ്നാദുകളെ പഠിക്കും. ആ അസ്നാദുകളിൽ ഏതെങ്കിലും ഒന്ന്, ആ പരമ്പരയിൽ ഏതെങ്കിലും ഒരു കള്ളനുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു കളവ് പറയുന്നവരുടെ ഒരു കദ്ദാബ് ഉണ്ടെങ്കിൽ, ആ ഹദീസിനെ അദ്ദേഹം ദഈഫായി വേർതിരിക്കും. ആ ഹദീസ് പിന്നെ സ്വീകരിക്കാൻ പറ്റൂല. അങ്ങനെ മുഴുവനായും റസൂലിലേക്ക് എത്തുന്ന ഹദീസുകൾ, സത്യസന്ധന്മാരുടെ പരമ്പരയുള്ള ഹദീസുകൾ സ്വഹീഹായി വേർതിരിക്കും. ആ ഹദീസ് നമുക്ക് സ്വീകാര്യമാണ്. ഞാൻ നിങ്ങളോട് ഉറപ്പിച്ച് പറയാണ്, ബറാഅത്തിൻ്റെ നോമ്പ് സ്വഹീഹായ ഒരു ഹദീസിലും കാണാൻ പറ്റൂല. നബിദിനാഘോഷം സ്വഹീഹായ ഒരു ഹദീസിലും കാണാൻ പറ്റൂല. സ്വീകാര്യമായ ഒരു ഹദീസുകളിലും മിഅ്റാജിൻ്റെ നോമ്പ് സ്വഹീഹായ ഒരു ഹദീസിലും കാണാൻ പറ്റൂല. പിന്നെ സാധാരണ പറയും സലഫികൾക്ക് നോമ്പില്ല, തറാവി 15 റക്അത്തായിട്ട് ചുരുക്കി, എല്ലാം ചുരുക്കലാണ്, വെട്ടിച്ചുരുക്കലാണ്. പ്രിയപ്പെട്ടവരെ, ശരിക്ക് സുന്നത്ത് പിന്തുടരലാണെങ്കിൽ ഒരു മാസം 11 നോമ്പ് ഒരാൾക്ക് കിട്ടും. 11 നോമ്പ് എങ്ങനെ കിട്ടുക? എല്ലാ ആഴ്ചയും 2 നോമ്പുണ്ട്, തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും. അങ്ങനെ എത്ര നോമ്പായി? 8 നോമ്പ്. അങ്ങനെ വന്നില്ലേ? 3 നോമ്പ് വേറെ അയ്യാമുൽ ബീദിൻ്റെ ഉണ്ട്. ഇത് ചിലപ്പോൾ തമ്മിൽ ഓവർലാപ്പ് ആയിട്ടില്ലെങ്കിൽ വേർട്ട് വരികയാണെങ്കിൽ 11 നോമ്പ് ഒരാൾക്കൊരു മാസം കിട്ടും. ആ നോമ്പുള്ളതാണ്, സഹിഹായ ഹദീസിലൂടെ സ്ഥിരപ്പെട്ടു വന്നതാണ്. ആ നോമ്പെടുക്കാൻ നമ്മുടെ ആളുകൾക്ക് നേരമില്ല. പിന്നെ ഈ മെഹറാജിൻ്റെ നോമ്പ് വന്നാലോ, ബറാത്തിൻ്റെ നോമ്പ് വന്നാലോ, അങ്ങനെയുള്ള നോമ്പുകൾ വരുമ്പോൾ ആളുകൾ ഇങ്ങോട്ട് ആവേശം കയറുകയാണ്. എന്നിട്ട് പിന്നെ വാട്സപ്പിലൂടെ മെസ്സേജ് അയക്കലും, ഫേസ്ബുക്കിൽ